പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന നാൾതോറും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങയുടെ മക്കളെ ആഴത്തിൽ ചിലത് പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ വിളിച്ച്, അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിച്ച്, ഞങ്ങളെ അന്ത്യനാളിൽ ഞങ്ങളെടുക്കപ്പെടുന്ന സമയം വരെയും ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഈ മീറ്റിങ്ങിനിടയിൽ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ. അങ്ങ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഹൃദയത്തിൽ അവിടുന്ന് പരിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊന്നിനും സാധ്യമല്ല. അങ്ങ് ഞങ്ങൾക്ക് തന്നാലല്ലാതെ, അങ്ങ് ഞങ്ങളെ കരുതിയാലല്ലാതെ, അനുഗ്രഹിച്ചാലല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയത്തില്ല. ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഇന്ന് ഞങ്ങളെ മാനിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ, മുഴുവൻ മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുന്നു. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ദയതോന്നണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കും. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ശബ്ദം നമ്മോട്, ആമേൻ, സ്തോത്രം, ശക്തമായിട്ട് പരിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാരംഭമായിട്ട് വചനമൊക്കെ എടുത്ത് വായിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 32-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എൻ്റെ വചനത്തിനകത്ത് നിലനിൽക്കുന്നവർക്കുള്ള ഒരു പ്രിവിലേജ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഒരു കാര്യം അടിവരയിട്ട് പറയുക. ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ തീം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത വചനമാണ്. ആമേൻ. കർത്താവിൻ്റെ രണ്ടാം വരവും, അതായത് കർത്താവിൻ്റെ റാപ്ചർ, അതായത് കർത്താവ് സഭയെടുക്കുന്നതും, കർത്താവിൻ്റെ പ്രത്യക്ഷതയും, എങ്ങനെ നമുക്ക് നിൽക്കാം, എങ്ങനെ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു, ആദ്യ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു, ഒരുക്കത്തെക്കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർമാനമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ എനിക്കെങ്ങനെ പ്രാഗൽഭ്യമുണ്ടാകും, എൻ്റെ തല കുനിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൽ വസിക്കുന്നത് എങ്ങനെയാണ്, യേശുവിൽ വസിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ദിവസവും വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നിങ്ങളീ പഠിക്കുന്നത് നിസ്സാര കാര്യങ്ങളല്ല. ആമേൻ. നമുക്ക് എങ്ങനെ ഒരു കുറച്ച് പണമുണ്ടാക്കാമെന്നുള്ള, അല്ലെങ്കിൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമല്ല, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നേക്കും നിൻ്റെ നശിച്ചു പോകുന്ന 70 അല്ലെങ്കിൽ 80 ഏറി വന്നാൽ ഇനിയിപ്പോൾ 100 120 വയസ്സ് വരെ ജീവിച്ചു എന്നങ്ങ് കൂട്ടിക്കോ, അതുകൊണ്ട് തീരും. ഇവിടുത്തെ നിക്ഷേപമെല്ലാം അവിടം കൊണ്ട് തീരും. പക്ഷേ അവസാനിക്കാത്ത, നിരന്തരമായിട്ട് നിലനിൽക്കുന്ന ഒരു നിത്യതയിലേക്ക്, ഒരു നിത്യതയുടെ നിക്ഷേപത്തെക്കുറിച്ച് വാസ്തവമായി പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ. ഇതിനൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എന്നെ ഫോണിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റാവുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ
വളരെ വിനയത്തോടെ, വളരെ ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ വചനം വൃഥാവാക്കല്ലേ. ഈ വചനം നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇത് നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി പ്രസംഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവം അയക്കുന്ന വചനമാണ്. നിങ്ങൾക്കിത് അയക്കപ്പെടുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്ന വചനമാണ്. ഇത് ഇവിടെ സമയമില്ലാത്തത് കൊണ്ട്, ആ ദൈവദാസന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം വന്ന് എന്തൊക്കെയോ പ്രസംഗിച്ചു പോകുന്നു. അങ്ങനെയല്ല. നിൻ്റെ നിത്യത എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ്. എത്ര പേർക്ക് ഈ ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും? നിത്യതയെക്കുറിച്ച് എത്ര പേർക്ക് പറയുവാൻ പറ്റും? എത്ര കോൺഗ്രിഗേഷന് അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും? മിക്കവാറും എല്ലാവരും ഈ 6 അടി മണ്ണിൻ്റെ അവസാനം, അല്ലെങ്കിൽ ആ സെമിട്രി, അവിടം കൊണ്ട് അവരുടെ ഡോക്ട്രിൻസ് തീരും. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ലൂക്ക് സുവിശേഷം, ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് 21-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം പറയുകയാണ്, ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും. ആ കൂട്ടത്തിൽ എൻ്റെ വീട് പോകും, എൻ്റെ കാറ് പോകും, നിൻ്റെ ഉടുപ്പും വസ്ത്രവും നിൻ്റെ സാധനങ്ങളും അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന പണമോ പോകും, സ്വർണം പോകും, എല്ലാം പോകും. ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും. ദൈവത്തിൻ്റെ വചനം പറയുക. എന്നാൽ മാറിപ്പോകാത്ത ഒന്നുണ്ട്, വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാത്ത ഒന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത, നീക്കം വരാത്ത, മാറിപ്പോകാത്ത, നിലനിൽക്കുന്ന നിത്യവചനമാണ്. ഇത് കേൾക്കാതെ പോകരുത്. ഈ സത്യം അറിയാതെ പോകരുത്. യേശു വരും. യേശു തൻ്റെ പ്രിയരെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരുന്ന നിമിഷങ്ങളാ ഈ നിമിഷങ്ങൾ. വിച്ച് വി ഡു നോട്ട് നോ. നമുക്ക് ആ നാഴിക അറിയത്തില്ല. പിന്നെ എപ്പോൾ വരും? ഒരു കള്ളനെ പോലെ, പ്രതീക്ഷിക്കാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്. എങ്ങനെ വരും? പോകുന്ന വഴിയിൽ കെണി വച്ചിരിക്കുന്നത് പോലെ പട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം മാറ്റപ്പെടും. അത് സംഭവിക്കുമോ? സംഭവിക്കും. ഈ വചനം ലോകത്തിൻ്റെ ഘടികാരമാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്നതെല്ലാം ഈ പുസ്തകം വെച്ച് അക്കമിട്ട് പറയുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞതും സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ യേശു വീണ്ടും വരും. പറയാമോ വായി തുറന്ന? യേശു വീണ്ടും വരും. പ്രിയമുള്ളവരെ, യേശു വീണ്ടും വരുന്നത് പ്രിയരെ ചേർക്കുവാനാണ്, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ്. തൻ്റെ പ്രത്യക്ഷതയിൽ നിൽക്കുവാൻ നമുക്കൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് 2 പ്രാർത്ഥനാ വിഷയമേ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, നിത്യതയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ആ കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ആ പലപലമായിരിക്കുന്ന വ്യാധികളും ഭൂകമ്പങ്ങളും ഒക്കെ ഈ ദേശത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ, ലോകം നമുക്ക് വേണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള അവസ്ഥകളുണ്ടാകും. അന്ന് നമ്മൾ ദൈവത്തെ നോക്കും. കർത്താവിന് സ്തോത്രം. അന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. Pray that you may have strength to escape from all these things that is happening on this earth. ഈ ഭൂമുഖത്ത് സംഭവിക്കുന്ന എല്ലാ വ്യാധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർന്നില്ല. സ്തോത്രം. നീ പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ പ്രത്യക്ഷതയിൽ നിനക്ക് പ്രാഗൽഭ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടാകുന്നത്, ധൈര്യമുണ്ടാകുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട, വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടെടുപ്പ് നാളിലേക്കുള്ള പ്രവൃത്തി.
ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ റോൾ അല്ലെങ്കിൽ പങ്ക് നിൻ്റെ വീണ്ടെടുപ്പിനായിട്ടാണ്. പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. I hope you understand and you are blessed with this message. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഒരു അവിശ്വാസിയുടെ ഹൃദയം മുതൽ അവൻ വിശ്വാസിയാകുന്നതും അവൻ നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്നതും അവൻ വീണ്ടെടുപ്പ് നാളിനായിട്ട് അവനെ യേശുവിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് വരെയുള്ള മഹാപ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നീണ്ട ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ. ഇന്ന് രാത്രി സമയം അനുവദിക്കുന്നത് പോലെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രീ കൺവേർഷൻ വർക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വാസിയുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് മുമ്പും വിശ്വാസത്തിന് പിമ്പും വിശ്വാസത്തിൻ്റെ ദിവസങ്ങളിലും എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ വിശ്വാസത്തിന് മുമ്പ്, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? അവൻ ഈ ലോകത്തിൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ കുരുടാക്കി വച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? വായിച്ചു. ആമേൻ സ്തോത്രം. 2 Corinthians chapter 4 verse number 4. 2 കൊരിന്ത്യ ലേഖനം 4-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ആമേൻ സ്തോത്രം മനസ്സിനെ കുരുടാക്കി. കർത്താവിന് സ്തോത്രം. ആമേൻ. 5. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവേശുവിനെ കർത്താവെന്ന് ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 6. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ഇരുളിനെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചു കേട്ടു അല്ലേ? 4-4 മാത്രം ഒന്ന് തൊട്ട് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു അവിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന് മുമ്പുള്ളൊരു കാലഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 4-ാം വാക്യം പറയുക. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയെന്ന് ആര്? ഈ ലോകത്തിൻ്റെ ദൈവം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? സുവിശേഷം കേട്ട് അവൻ യേശുവിൽ വിശ്വസിച്ച് യേശു അവൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ യേശു വീണ്ടും വരുമെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അവൻ നിത്യത പ്രാപിക്കാതിരിക്കേണ്ടതിന് അവൻ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഈ എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ നമുക്ക് മറ്റു കോൺഗ്രിഗേഷൻ തമ്മിലുള്ള യുദ്ധമാണല്ലോ ഇപ്പോൾ. ആമേൻ സ്തോത്രം. ആർക്കും സുവിശേഷം പ്രസംഗിക്കുവാൻ സമയമില്ല, അടി നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആ വചനം പറയുകയാണ്. ഇത് എൻ്റെ കൺസെപ്റ്റ് അല്ല, എൻ്റെ ഇമാജിനേഷൻ അല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് പൊട്ടി മുളച്ച ഏതാണ്ട് സംഭവങ്ങളല്ല. ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നൊരു ദൈവമുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കാര്യം ഒന്നുകൂടി ക്ലിയറായിട്ട് അറിയണമെങ്കിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായം ആമേൻ സ്തോത്രം 1-2 വാക്യങ്ങൾ വായിക്കണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും
ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി ആയവനെയും അനുസരിച്ചു നടന്നു. കർത്താവിന് സ്തോത്രം. അതിക്രമങ്ങളാലും മരിച്ചവരാരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. കർത്താവിന് സ്തോത്രം. 2-ാം വാക്യം പറയുകയാണ്, ആമേൻ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെ മുമ്പേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിന് മുമ്പേ, യേശു നിൻ്റെ ഏക ദൈവമാകുന്നതിന് മുമ്പേ, ഏക രക്ഷിതാവാകുന്നതിന് മുമ്പേ, ആമേൻ സ്തോത്രം, ഒത്തിരി ദൈവങ്ങൾ നിനക്കുണ്ടായിരുന്നപ്പോൾ, ഒത്തിരി വിശുദ്ധന്മാരെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി പേര് പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്ന ഒരു മുമ്പ് കാലഘട്ടം ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ആ കാലഘട്ടത്തിന് മുമ്പേ, മുമ്പേയുള്ള ആ കാലഘട്ടത്തിൽ എന്തു സംഭവിച്ചു? ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നിങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മുമ്പേ നടന്നത്, യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ നടന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ കാലഗതി നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. രാഹു നോക്കണം, ഗുളികൻ നോക്കണം, നിൻ്റെ നാള് നോക്കണം, നക്ഷത്രം നോക്കണം, ആസ്ട്രോളജി നോക്കണം, എല്ലാം വേണം. എന്താ കാര്യം? കാലഗതി അനുസരിച്ച് നടക്കുകയാണ്. കൺട്രോള് നിൻ്റെ കയ്യിലല്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പിശാച് വരുന്നത് അറക്കാനും മുടിക്കാനും കൊല്ലാനുമാണ്. അങ്ങനെയാണെങ്കിൽ അവനൊരു അവിശ്വാസിയുടെ ജീവിതത്തിനകത്ത് കാലഗതിയും ആകാശത്തിൻ്റെ അധികാരവും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് നടത്തുമെങ്കിൽ അവൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവനെ നശിപ്പിക്കുക. പ്രിയമുള്ളവരെ, പിശാച് നമ്മെ അനുഗ്രഹിപ്പാനല്ല വരുന്നേ, ഒരിക്കലും വരത്തില്ല. കുട്ടിച്ചേത്തൻ സേവ നടത്തുന്നവൻ അവൻ അനുഗ്രഹിപ്പാനല്ല അവൻ ഒരുവൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്, നശിപ്പിക്കാനാണ്. ഇതൊക്കെ ചെയ്യുന്ന ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട്, വിടുവിക്കപ്പെട്ടതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഇവർ ചെയ്യുന്ന ആളുകൾ, ആമേൻ സ്തോത്രം, അവർ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, യഥാർത്ഥ വിടുതൽ യേശുവിൻ്റെ സുവിശേഷത്തിലാണ്. യഥാർത്ഥ വിടുതൽ യേശുവിൻ്റെ നാമത്തിലാണ്. അതൊരു മനുഷ്യൻ്റെ കാരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെയും കുത്തകയുമല്ല. സുവിശേഷത്തിനകത്തിരിക്കുകയാ നിന്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തി. സുവിശേഷം കേൾക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടും. No matter how badly you are treated by this spirit of this world. എത്ര പവേഴ്സ് ഉണ്ടായിരുന്നാലും, എത്ര ആകാശത്തിൻ്റെ അധികാരമുണ്ടായിരുന്നാലും, എത്ര കാലഗതി ഉണ്ടായിരുന്നാലും, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നീ, ആമേൻ സ്തോത്രം, നീ വിടുവിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നീ നിത്യതയിലേക്ക് നടക്കുന്നവനാ. നിന്നെ തൊടുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ അധിപതിയായവരെ എന്ന് പറഞ്ഞാൽ, അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ ഗോസ്പൽ കേട്ടിട്ട്, വചനം കേട്ടിട്ട് അനുസരിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അവരുടെ ആ മക്കളിൽ, ആമേൻ സ്തോത്രം, സുവിശേഷം പറയുക, ആ മക്കളിൽ, അനുസരണക്കേടിൻ്റെ മക്കളിൽ, ആമേൻ സ്തോത്രം, ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആമേൻ സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നടക്കുന്ന, ആമേൻ, ഈ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുരാത്മാക്കളുടെ വ്യാപാരങ്ങളുടെ അധിപതിയായിരിക്കുന്നവനെ അനുസരിച്ചു നടന്നു. മുമ്പേ അവനാ ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പം ഈ ലോകത്തിൻ്റെ ദൈവം അവൻ അവിശ്വാസിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കത്തില്ല? സുവിശേഷം വിശ്വസിക്കാൻ വിടത്തില്ല. ഇന്ന് രാത്രി ആരെങ്കിലും ആദ്യമായിട്ട് ഒരു സുവിശേഷം യോഗത്തിനകത്ത് പങ്കെടുക്കുന്നത് ആണെങ്കിൽ, ഈ വചനം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ, പ്രിയ പൈതലേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നിന്നെ വിളിച്ചത് ഈ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന്
വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാ. കർത്താവിന് സ്തോത്രം. മാർവലസ് ലൈറ്റ്. ആമേൻ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാനാ നീ ഇതിൻ്റെ മുമ്പിലിരിക്കുന്നേ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞു മുമ്പേ, അല്ലെങ്കിൽ വിശ്വാസത്തിന് മുമ്പേ വിശ്വസിച്ച നാളുകളിൽ, പിന്നെയോ ആമേൻ സ്തോത്രം, വീണ്ടെടുപ്പ് നാളിന് ആയിട്ട് ഒരുക്കം എന്ന് പറഞ്ഞാൽ കൺവേർഷൻ, പ്രീ കൺവേർഷൻ. ആൻഡ് കൺവേർഷൻ ഈസ് വർക്ക്. ഹല്ലേലൂയ. ഈസ് പ്രീ കൺവേർഷൻ വർക്ക്. ഹോളി സ്പിരിറ്റിൻ്റെ പ്രീ കൺവേർഷൻ വർക്ക് ആൻഡ് ഹിസ് കൺവേർഷൻ വർക്ക് ആൻഡ് ഹിസ് പോസ്റ്റ് കൺവേർഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ നീ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ, മാനസാന്തരപ്പെട്ടതിന് ശേഷം, മാനസാന്തരപ്പെട്ടപ്പോൾ, അങ്ങനെ 3 നിലവാരത്തിൽ അവൻ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരത്തിന് മുമ്പേ, അല്ലെങ്കിൽ പ്രീ കൺവേർഷൻ എന്നുള്ള ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? അവൻ സ്തോത്രം, അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടാക്കുന്ന അവൻ ഈ ലോകത്തിൻ്റെ ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ആകാശത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടും അവൻ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവനെ അനുസരിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഒരു കാലമുണ്ട്, ഇപ്പോഴും അനുസരണക്കേടിൻ്റെ മക്കളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിപ്പാൻ, യേശുവിൽ വിശ്വസിപ്പാൻ നിനക്ക് സാധിക്കുന്നതിന് മുമ്പുള്ള കാലവും പിമ്പുള്ള കാലവും, മുമ്പുള്ള കാലത്തിനകത്ത് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് വ്യാപരിച്ചു. കർത്താവിന് സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താ? നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 1 കൊരിന്ത്യർ ലേഖനം 12:3 വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 12:3. കർത്താവിന് സ്തോത്രം. 12:3 പറയുകയാണ്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവരെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ യേശു കർത്താവെന്ന് വായ് കൊണ്ട് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ അത് സംഭവിക്കത്തില്ല. പ്രിയമുള്ളവരെ, യേശു കർത്താവാണെന്ന് വായ് കൊണ്ട് പറയണമെങ്കിൽ ഒത്തിരി പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. യേശു കർത്താവാണെന്ന് വായ് കൊണ്ട് പറയണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് സുവിശേഷം നിറഞ്ഞ് കവിയണം. എന്ന് പറഞ്ഞാൽ നിൻ്റെ അകത്ത് സുവിശേഷത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം. ഒരു വിടുതലിന് വേണ്ടി വായ് കൊണ്ട് വിളിച്ചു പറയുകയല്ല, പിന്നെയോ നീ വിശ്വസിച്ചിട്ട് യേശു നിനക്ക് വേണ്ടി മരിച്ചുവെന്നും അടക്കപ്പെട്ടു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നും ഒക്കെയുള്ള ആമേൻ ആ സുവിശേഷ സത്യം നീ വിശ്വസിച്ചിട്ട്, യേശുവേ ഈ രക്ഷ എനിക്ക് വേണം, നിന്നെ ഞാൻ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയം തുറക്കുന്ന ഇടത്ത് യേശു നിൻ്റെ ജീവിതത്തിനകത്തേക്ക് വരും. നീ രക്ഷിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ സുവിശേഷം നിൻ്റെ ഹൃദയത്തിനകത്ത് വരണമെങ്കിൽ ഈ സുവിശേഷം നീ കേൾക്കണം. ഈ സുവിശേഷം നീ കേൾക്കണമെങ്കിൽ പ്രസംഗിക്കുന്നവരുണ്ടാകണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്താലും വരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ഈ കേൾവിയിൽ നിൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, ഇത് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്ന വിശ്വാസമുണ്ടായി നിൻ്റെ വായ് കൊണ്ട് നീ അറിയാതെ ആമേൻ സ്തോത്രം ഇത് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, പരിശുദ്ധാത്മാവിലല്ലാതെ ഇത് നടക്കത്തില്ല. പ്രിയമുള്ളവരെ, പ്രസംഗത്തിൻ്റെ ചാതുര്യമല്ല, പ്രാസംഗികൻ്റെ മിടുക്കല്ല, എഴുതി വെച്ച അക്കമിട്ട പോയിന്റുകളുടെ മഹത്വമല്ല. പ്രിയമുള്ളവരെ, ആമേൻ സുവിശേഷ യോഗത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാ ആമേൻ സ്തോത്രം വലിയ കൺവിക്ഷൻസ് ഉണ്ടാക്കുന്നത്. യേശു ദൈവമാണെന്ന് അവൻ പറഞ്ഞെങ്കിൽ
ആമേൻ, ഇന്ന് രാത്രിയിലും നിൻ്റെ അതരങ്ങളിൽ അവൻ യേശു കർത്താവാണെന്നും യേശു എൻ്റെ ദൈവമാണെന്നും അവൻ നീ അറിയാതെ പറയുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരാഗ്രഹം നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിനക്ക് തന്നതാ. വിട്ടുകളയരുത്. ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു പാപബോധ്യം ഉണ്ടായെങ്കിൽ ആമേൻ സ്തോത്രം, ഇന്ന് രാത്രി വിട്ടുകളയരുത്. കയറി പിടിച്ചോണം. പരിശുദ്ധാത്മാവ് തന്നതാ. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളത്തിൽ പരിവർത്തിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. വിട്ടുകളയരുത്, നാളത്തേക്ക് വയ്ക്കരുത്. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യത്തോടെ ആമേൻ വരുവാൻ സാധിക്കണമെങ്കിൽ ഡു ഇറ്റ് നൗ. നമ്മൾ പഠിച്ചതാ അല്ലേ? ഹല്ലേലൂയ. നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കരുത്. ഇന്ന് കേൾക്കുന്ന വചനത്തെ അഗ്രസീവായിട്ട് 5 ആമേൻ കന്യകമാർ, 10 കന്യകമാരിൽ 5 പേർ ഫൂളിഷ് വെർജിൻസ്, പിന്നെ 5 പേർ പ്രൂഡന്റ് വെർജിൻസ്. ആമേൻ ബുദ്ധിയുള്ള കന്യകമാർ. ആമേൻ അവർ നാളത്തേക്കൊന്നും വെച്ചില്ല. ഓടിപ്പോയി എണ്ണ മേടിച്ചു നിറച്ചു റെഡിയായിരുന്നു. ഇന്ന് രാത്രി കേട്ടത് അപ്പോൾ തന്നെ ചെയ്യുവാൻ താല്പര്യമുണ്ടോ? പ്രത്യക്ഷതയിൽ നിനക്ക് സ്ഥാനം കാണും. അവൻ്റെ പ്രത്യക്ഷതയിൽ നീ ഉണ്ടാകും. എണ്ണയില്ലെങ്കിലോ? മണവാളൻ വന്നു, ആരവം കേട്ടു, എണ്ണ ചോദിച്ചപ്പോൾ ഇല്ല. ആമേൻ കടയിൽ പോയി മേടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ മണവാളനും പോയി, കന്യകമാരും പോയി. കർത്താവിന് സ്തോത്രം. ബുദ്ധിയുള്ളവർ നാളത്തേക്ക് മാറ്റത്തില്ല, ഇന്ന് അനുസരിക്കും. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശു കർത്താവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുവെങ്കിൽ 2 കൈയും ഉയർത്തി നീ എവിടെ ഇരുന്നാലും യേശു എൻ്റെ രക്ഷിതാവാ, ഈ യേശുവിനെ എനിക്ക് വേണം, ഞാനൊരു പാപിയാ എന്ന് വായ്കൊണ്ട് പറയണം. എനിക്കൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ടെന്ന് സമ്മതിക്കണം. കർത്താവിന് സ്തോത്രം. വീണ്ടും ഒരു വാക്യം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 1:5 വാക്യം. 1 തെസ്സലോനിക്ക ലേഖനം 1:5 വാക്യം പറയുന്നു, For our gospel did not come to you in word only. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വാക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുക, ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. പിന്നെയോ പരിശുദ്ധാത്മാവും അതിൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ശബ്ദം മനുഷ്യൻ്റെ ശരീരത്തിലേക്കല്ല പോകുന്നത്. ഇത് പരിശുദ്ധാത്മാവും ദൈവശക്തിയും ചേർന്ന് നിൻ്റെ അകത്തോട്ട് കയറുകയാണ്, അകത്ത് വരികയാണ്. നിൻ്റെ അകത്ത് വിശ്വാസമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം കൂടി വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യോഹന്നാൻ 8 കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഉരമനമ ശന്തര ബൗഡാരവൽ മൗസ്മിയാരാത്. കർത്താവിന് സ്തോത്രം. ഓ ശകരമനമ ശന്തര ഓ ശരമനമനമനമനമന ഉരമനമ ശന്തര ബൗഡാരവൽ മൗസ്മിയാരാന്തേ ഓ ശ്യാരാന്തേ ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. John chapter 15 verse number 10. If you keep my commandments, you will abide in my love, just as I have kept my Father's commandments and abide in his love. കർത്താവിന് സ്തോത്രം. ഒരു വാക്യം കൂടി വായിച്ചാൽ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. Verse number 15.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നിടത്താ പരിശുദ്ധയാത്മാവിൻ്റെ വരവ് സംഭവിക്കുന്നത്. ഇന്ന് രാത്രി നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് കടന്നു വരികയും ആമേൻ നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഞാനൊരു അനുസരണമുള്ളവനായിരിക്കുമെന്ന് നിനക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. നമ്മൾ ആദ്യമേ വായിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിൻ്റെ സ്നേഹമില്ലായ്മയെ കാണിക്കുന്ന അനുസരണക്കേടിനേക്കാളും നീ അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ നീ അനുസരിക്കാതിരിക്കുമ്പോൾ നീ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. യേശു പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പ്രസംഗിക്കുന്നവൻ്റെ അവൻ നോവലല്ല വിശ്വസിക്കേണ്ടത്. അവൻ പറയുന്ന അവൻ കെട്ടുകഥകളല്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എൻ്റെ വചനം നീ വിശ്വസിക്കുമോ? എങ്കിൽ പറയാം നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, എന്നെ സ്നേഹിക്കുന്നുണ്ടേ നീ ഇതനുസരിക്കണം. ഇതെൻ്റെ വാക്കല്ല, യേശു പറഞ്ഞതാ. രണ്ടിടത്ത് പറഞ്ഞത് ഞാൻ എടുത്ത് വായിച്ചു. ഇനി വായിച്ചാട്ടെ, 16:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് 7 മുതൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കർത്താവിന് സ്തോത്രം. അവൻ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു, നേരത്തെ കേട്ടല്ലോ, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന, സത്യസുവിശേഷം ശോഭിക്കാതിരിക്കുവാൻ മനസ്സിനെ ബ്ലൈൻഡാക്കുന്ന ആമേൻ ആ പിശാചിനെ, ആ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. കർത്താവിന് സ്തോത്രം. 9-ാമത്തെ വാക്യം പറയുകയാണ്, ആമേൻ 8-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ. പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കാറുള്ള സമയങ്ങളിലൊക്കെ ചില ദിവസങ്ങളിൽ തോന്നും നന്നായിട്ട് പ്രസംഗിച്ചു എന്ന്. ചിലപ്പോൾ തോന്നും ആകെ ഒന്നും ശരിയായില്ല, പോയിൻ്റ് ഒന്നും എടുത്തു വച്ചതുപോലെ വന്നില്ല, ആമേൻ പറയണമെന്ന് ചിന്തിച്ചത് പറഞ്ഞില്ല, അവസാനം എങ്ങും എത്താതെ എങ്ങനെയൊക്കെയോ ചെന്ന് പോയി എന്നൊക്കെ പറയും. സത്യസന്ധമായിട്ട് പറയുന്നത് കേട്ടോ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ഒരു മെസ്സായി അല്ലെങ്കിൽ ആകെ മോശമായി പോയി, 8 നിലയിൽ പൊട്ടിയെന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ തകർന്നിരിക്കുന്ന മെസ്സേജിൻ്റെ ഒടുവിൽ ചിലർ വന്നിട്ട് പറയും, പാസ്റ്ററേ എന്നോടാ സംസാരിച്ചേ. ചിലപ്പോൾ കണ്ണുനീരോടെ ആയിരിക്കും. ചിലപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് കാണാം കണ്ണ് നിറയുന്നത് കാണാം. ചിലപ്പോൾ ആദ്യത്തെ പാട്ട് പാടുന്നതിന് മുമ്പേ, മെസ്സേജിന് മുമ്പേ, പാടുന്നതിന് മുമ്പേ അവൻ സുവിശേഷം പ്രസംഗിക്കുവാനിരിക്കുന്ന, ആരാധന നടക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ടും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവൻ പോലും കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ വിഷമം കൊണ്ടൊന്നുമല്ല. ഒരിക്കലൊരു നേപ്പാളി സഹോദരൻ മീറ്റിങ്ങിന് വന്നു. കർത്താവിന് സ്തോത്രം. നേപ്പാളി ബ്രദറാ. അവന് യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിട്ടില്ല. സത്യം പറഞ്ഞ് ബുദ്ധിസ്റ്റാ. അവൻ കടന്നു വന്നു. ബുദ്ധിസ്റ്റാന്ന് തോന്നുന്നു. അതെ, യേശുവിനെക്കുറിച്ച് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല.
അവൻ കടന്നു വന്നു. ആരോ കൂട്ടിക്കൊണ്ട് വന്നതാ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് ചോദിക്കുക, എന്താ എന്നറിയത്തില്ല, അതിനകത്ത് കയറിയപ്പം മുതൽ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാ. ആരെങ്കിലും പ്രസംഗിച്ചോ? ഇല്ല. ആരെങ്കിലും പാട്ട് പാടിയോ? ഇല്ല. വന്നു കയറിയത് മുതൽ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. കാരണം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആമേൻ സ്തോത്രം, അവൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 16:8 പറയുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകും. ഒരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ വലിയ പ്രാസംഗികർ പ്രസംഗിച്ചാലൊന്നും നടക്കത്തില്ല പ്രിയമുള്ളവരെ. ഒരു മാനസാന്തരം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പാപബോധ്യമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തൊടാൻ തുടങ്ങുമ്പോൾ നീ അറിയും, ഞാനൊരു വലിയ പാപിയാണെന്ന്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, അവൻ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ വായ്കളെ തുറന്ന് കർത്താവിനോട് പറയും, ഞാനൊരു പാപിയാ, എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ഞാൻ ഏറ്റവും വലിയ പാപിയാ, എനിക്കൊരു രക്ഷിതാവിനെ വേണം. യേശുവേ, നീ എൻ്റെ രക്ഷകനാ. നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും നീ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തീർന്നില്ല, നീ എന്നെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇന്ന് മുതൽ എനിക്ക് അനേക ദൈവങ്ങളില്ല, നീ മാത്രമാണ് എൻ്റെ ദൈവം എന്ന് നീ നിൻ്റെ വായ് കൊണ്ട് പറയുന്ന ഇടത്ത് നിൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അധിപതിയായവൻ നിന്നെ വിട്ട് മാറുന്ന നിമിഷമായത്. നീ ഇന്ന് രാത്രി പറയുമോ? കർത്താവിനോട് പറയുമോ? യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ, ഈ നിമിഷം നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് നിനക്ക് ബോധ്യം വരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അത് വെറുതെ വന്നതല്ല, പരിശുദ്ധാത്മാവ് തന്നതാ. വലിയ മിടുക്കിൽ പ്രസംഗിച്ചിട്ടൊന്നുമല്ല. ആമേൻ സ്തോത്രം. ആ നേപ്പാളി സഹോദരൻ പറഞ്ഞതുപോലെ അറിയത്തില്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഇന്ന് രാത്രി നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ടേ, വായി തുറന്ന് പറയണം, നീയാ എൻ്റെ രക്ഷകൻ, നീയാ എൻ്റെ ദൈവം, എനിക്ക് നിന്നെ വേണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷ പ്രാപിക്കും. പ്രിയ ദൈവപൈതലേ, നിന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലഗതി ഉണ്ടായിരുന്നു, ആകാശത്തിൻ്റെ കാലഗതി. നിന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആകാശത്തിൻ്റെ അധികാരമുണ്ടായിരുന്നു. ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ നീ നിൻ്റെ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നതോടെ അവൻ്റെ അധികാരം മാറുകയാണ്. നിൻ്റെ കർത്തൃത്വം, നിൻ്റെ ലോഡ്ഷിപ്പ് ഇനി അശുദ്ധ ശക്തികളല്ല, ഇരുട്ടിൻ്റെ അധിപതിയല്ല, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവൻ്റെ കയ്യിലല്ല, പിന്നെയോ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ അവൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കും. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. ദൈവം ഈ വാക്കുകളാൽ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ആമേൻ മാനസാന്തരത്തെക്കുറിച്ചും മാനസാന്തരത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുമൊക്കെ ആമേൻ സമയം അനുവദിക്കുന്നവർ, കർത്താവ് അനുവദിക്കുന്നത് പോലെ നമ്മൾ പഠിക്കും. ഇന്ന് രാത്രി നമ്മൾ കേട്ടത് മാനസാന്തരത്തിന് മുമ്പുള്ള നിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവിശ്വാസിയുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നുള്ള വിഷയമാണ്. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബി വിത്ത് യു. ഷലോം. ദൈവം അനുഗ്രഹിക്കട്ടെ.